ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രേവതിക്കുട്ടി. ഫോൺ അറ്റൻഡ് ചെയ്ത അലീന പറയുന്നു, എടി മോളെ, നീ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നു, ചേച്ചി ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു. എവിടെ പോയിട്ട് വന്നു എന്ന് അലീന ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, എന്റെ ദൈവമേ, എല്ലാം മറന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങള് ഷെറിന്റെ വീട്ടിൽ പോകുമെന്ന്. ഇത് കേട്ട് അലീന പറയുന്നു, മനസ്സിലായി. രേവതിക്കുട്ടി പറയുന്നു, അവിടെ ചെന്നിട്ട് ഷെറിനെ കണ്ടോ? ഷെറിൻ കല്യാണം കഴിച്ചോ? മക്കളുണ്ടോ? ഭർത്താവുണ്ടോ? എന്നൊക്കെ ചോദിക്ക്. സസ്പെൻസ് അല്ലേ എല്ലാം. അലീന പറയുന്നു, അതെല്ലാം ഞാൻ ചോദിച്ചിരിക്കുന്നു. ഓരോന്നോരോന്നായിട്ട് നീ പറഞ്ഞോ. രേവതിക്കുട്ടി പറയുകയാണ്, ആദ്യത്തെ സസ്പെൻസ് പൊട്ടിക്കാം. ഷെറിൻ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. ഹസ്ബൻഡ് ഒത്ത് ചേച്ചി ഗൾഫിൽ പോയി. അലീന ചോദിക്കുന്നു, ഗൾഫിൽ എന്ന് വെച്ചാൽ എവിടെയാ? ദുബായ് ആണോ, കുവൈറ്റ് ആണോ, ഷാർജ ആണോ, സൗദി ആണോ? രേവതിക്കുട്ടി പറയുന്നു, തൽക്കാലം ദുബായ് എന്ന് വിചാരിക്ക്. 1.5 വർഷം ഷെറിൻ ചേച്ചിയും ഹസ്ബൻഡും ഒന്നിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ചേച്ചിയെ ഉപേക്ഷിച്ചു പോയി. അലീന ചോദിക്കുന്നു, അതെന്താ അങ്ങനെ? അവൾ രേവതിക്കുട്ടി പറയുകയാണ്, എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല, പക്ഷേ ഞങ്ങൾ ഷെറിൻ ചേച്ചിയെ കണ്ടു. അലീന ചോദിക്കുന്നു, നേരിട്ട് കണ്ടോ? എന്നിട്ട് രേവതിക്കുട്ടി പറയുകയാണ്, ഷെറിൻ ചേച്ചിക്ക് മെന്റലാ ചേച്ചി. അവിടെ ഭയങ്കര ബഹളവും അലർച്ചയും കരച്ചിലും ഓട്ടവും ചാട്ടവും ഒന്നും പറയണ്ട. ഞങ്ങളുടെ മുന്നിലോട്ട് ഓടിക്കൊണ്ടു വന്നു. എന്നിട്ട് ഞങ്ങളോടൊരു ചോദ്യം, എന്റെ കുഞ്ഞിനെ കൊന്നോന്ന്. ഇങ്ങോട്ട് തന്നെ തരാനാ പറഞ്ഞത്. എന്റെ ചേച്ചി പേടിച്ചു പോയി. അലീന ചോദിക്കുന്നു, ശരിക്കും ഭ്രാന്താണോടി? രേവതിക്കുട്ടി പറയുകയാണ്, ആന്നേ. അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചേട്ടനും ചേച്ചിയും കൂടി പിടിച്ച് കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അലീന പറയുന്നു, കുഞ്ഞിനെ കൊന്നോന്നൊക്കെ ചോദിക്കണമെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ മോളെ. രേവതിക്കുട്ടി പറയുകയാണ്, എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട് ചേച്ചി. അലീന ചോദിക്കുന്നു, അവിടെ ഉള്ളവരോട് ചോദിക്കാൻ മേലായിരുന്നു. രേവതിക്കുട്ടി പറയുന്നു, അവിടെ ഒരു ചേട്ടൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളുടെ നേരെ ചൂടായി. നിങ്ങൾ എന്തിനാ പിന്നെ വന്നേന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല, പെട്ടെന്ന് ഇങ്ങ് പോന്നു. ഇത് എവിടെയാ സ്ഥലമെന്ന് അലീന ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നു, പുനരൂര്, പത്തനാപുരം. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കൊല്ലത്തുള്ള ത്യാഗഭവനിലും കയറി. അലീന ചോദിക്കുന്നു, നേരാണോടി? നിങ്ങൾ ചിന്തുമോളെ കണ്ടോ? രേവതിക്കുട്ടി പറയുന്നു, കണ്ടെന്നേ. ചിന്നിക്കുട്ടിക്ക് ഇപ്പോൾ പഴയതുപോലെ വിഷമമൊന്നുമില്ല കേട്ടോ, ഹാപ്പിയാ. അലീന പറയുന്നു, എത്ര ഹാപ്പി ആണെങ്കിലും നമ്മൾ അവളെ നോക്കിയതുപോലെ കൂടി വേറെ ആര് നോക്കിയാലും. രേവതിക്കുട്ടി പറയുന്നു, ഞങ്ങൾ മുട്ടായും കേക്കും ഉടുപ്പും എല്ലാം വാങ്ങിക്കൊണ്ട് കൊടുത്തു. കുറെ നേരം അവളുടെ കൂടെ ഇരുന്നിട്ടാ പോന്നത്. അലീന പറയുന്നു, ഞാനും കൂടെ വേണമായിരുന്നു നിങ്ങളുടെ കൂടെ, എന്നെ കൊണ്ടുപോയില്ലല്ലോ. രേവതിക്കുട്ടി പറയുന്നു, ചേച്ചി വരാഞ്ഞിട്ടല്ലേ. അലീന പറയുകയാണ്, ഇനി പോകുമ്പോൾ നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത് കേട്ടോ. രേവതിക്കുട്ടി ചോദിക്കുന്നു, അവിടെ എന്തായി ചേച്ചി? തീരുമാനമായോ ചേച്ചിയുടെ കാര്യം? അലീന പറയുന്നു, ഇവിടെ എല്ലാം തീരുമാനമായി. ഞാൻ നാളെയോ മറ്റന്നാളോ ഈ വീടിനോട് യാത്ര പറയും. ചേച്ചി എങ്ങോട്ട് പോകുമെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അലീന പറയുന്നു, നേരെ അങ്ങോട്ട് വരും. എന്നിട്ട് എവിടെയെങ്കിലും ജോലി തിരക്കി പിടിക്കും. രേവതിക്കുട്ടി പറയുന്നു, ഹായ്, അടിപൊളി. ഞാൻ എത്ര നാളായിട്ട് പറയുന്നതാ ചേച്ചി ഇങ്ങോട്ട് പോരാ, എനിക്ക് സന്തോഷമായി. അലീന പറയുന്നു, പക്ഷേ എനിക്ക് അത്ര സന്തോഷമില്ല മോളെ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുടുംബമല്ലേ, എന്റെ അമ്മയും കൂടപ്പിറപ്പുകളും അല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. എന്നാലും ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. രേവതിക്കുട്ടി പറയുന്നു, സാരമില്ല ചേച്ചി. ചേച്ചിയെ ആദ്യം തന്നെ എടുത്ത് കളഞ്ഞതല്ലേ അവര്, 22 വർഷം മുമ്പ്. ചേർക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ കളഞ്ഞത്. അത് പിന്നെ എത്രയൊക്കെ നോക്കിയാലും ചേരാൻ വലിയ പാടാ ചേച്ചി. ശരിയായിരിക്കുമെന്ന് അലീന പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നു, അവിടെ ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് വിളിച്ചേക്കണം കേട്ടോ. ഇത് കേട്ട് മോളി അലീന പറയുന്നു, വെക്കട്ടെ മോളെ. രേവതിക്കുട്ടി പറയുകയാണ്, ശരി, വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് അതിനേക്കാളും നല്ലൊരു ജോലി കിട്ടുവന്നേ, ഇങ്ങി വന്നാ മതി. ശരി മോളെ എന്ന് അലീന പറയുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, ബൈ ബൈ ഉമ്മ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് രേവതിക്കുട്ടി. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടുകൂടി മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് കൃഷ്ണ. സംശയത്തോടുകൂടി കൃഷ്ണയെ ഒന്ന് നോക്കിയിട്ട് കയ്യിൽ പിടിച്ച് മുത്തശ്ശി ചോദിക്കുന്നു, എന്നാടി മോളെ, എന്നാ പറ്റിയത്? കൃഷ്ണ പറയുന്നു, മുത്തശ്ശിയോട് അലീന ചേച്ചി പറഞ്ഞായിരുന്നു ഇവിടുന്ന് പോവാണെന്ന്. പറഞ്ഞു എന്ന് മുത്തശ്ശി പറയുമ്പോൾ കൃഷ്ണ ചോദിക്കാണ്, മുത്തശ്ശി പറഞ്ഞില്ലേ പോകണ്ടെന്ന്? മുത്തശ്ശി പറയുന്നു, ഞാൻ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? പറയേണ്ടവര് പറയണ്ടേ? കൃഷ്ണ ചോദിക്കാണ്, ആരാ പറയേണ്ടവര്? മുത്തശ്ശി പറയുന്നു, ആദ്യം നിന്റെ അമ്മ പറയണം, അപ്പൊ തന്നെ പകുതി കാര്യം കഴിഞ്ഞു. പിന്നെ ബബിമോളും രോഹിയും പറയണം. കൃഷ്ണ പറയുന്നു, അവരൊന്നും പറയത്തില്ല. അലീന ചേച്ചിയുടെ വില എന്താണെന്ന് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ, ചേച്ചി പോയി കഴിയുമ്പോൾ. മുത്തശ്ശി പറയുന്നു, അവളുടെ വില എന്താണെന്ന് എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയത്തില്ല. കൃഷ്ണ പറയുകയാണ്, മുത്തശ്ശി നല്ല സ്ട്രോങ് ആയിട്ട് പറയാം അമ്മയോട്, അലീന ചേച്ചി അല്ലാതെ വേറെ ആരും ഹെൽപ്പിന് വേണ്ടാന്ന്. മുത്തശ്ശി പറയുന്നു, ഇപ്പൊ ഞാൻ പറഞ്ഞാലും അവൾക്ക് കേൾക്കാൻ മനസ്സില്ല. കൃഷ്ണ പറയുന്നു, ഇവിടെ ആരും ശരിയല്ല മുത്തശ്ശി. രോഹിയേട്ടൻ എന്താ ചെയ്തെന്ന് ഇപ്പൊ എല്ലാവരും അറിഞ്ഞില്ലേ? പിന്നെ ബബി ചേച്ചി, അവൾക്കും ഏതോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുകയാണ്, പിന്നില്ലേ, രാത്രിയൊക്കെ ഭയങ്കര ചാറ്റിങ്ങാ, ഉറക്കമില്ല. ഞാൻ ഒരു ദിവസം അവന്റെ പടം കണ്ടു. കാശിന് കൊള്ളില്ലാത്ത ഒരുത്തൻ, കണ്ടാൽ തന്നെ അറിയാം പെശകാണെന്ന്. പ്രേമിക്കുന്നവർക്ക് അതൊന്നും കാണാൻ കണ്ണില്ലല്ലോ. മുത്തശ്ശി ചോദിക്കുന്നു, പ്രേമാണോടി മോളെ? കൃഷ്ണ പറയുകയാണ്, അല്ലാതെ പിന്നെന്താ, ചോദിച്ചാ പറയും ഫ്രണ്ട്ഷിപ്പ്. മുത്തശ്ശി ചോദിക്കുന്നു, നിനക്ക് വൈജിയോട് പറയാൻ മേലായിരുന്നോ? കൃഷ്ണ പറയുന്നു, പറഞ്ഞാലും കണക്കാ. ഇവിടെ വലിയ ഭൂകമ്പം നടന്നിട്ട് എന്തായി? ഒരു തെറ്റും ചെയ്യാത്ത ആള് വീടിന് പുറത്തേക്ക് പോകേണ്ടി വരുവാ. മുത്തശ്ശി പറയുന്നു, രോഹിമോനൊക്കെ എത്ര നല്ല ചെറുക്കനായിരുന്നു, എങ്ങനെ പിഴച്ചു പോയോ ആവോ, ഹരിയുടെ കൂടെ കൂടിയതാ. കൃഷ്ണ പറയുന്നു, അലീന ചേച്ചി കൂടി പോയി കഴിയുമ്പോൾ ഈ വീടൊരു മരുഭൂമിയാകും. മുത്തശ്ശി ഒന്നുകൂടി പറഞ്ഞു നോക്കണേ. മുത്തശ്ശി നിർബന്ധിച്ചാൽ ചേച്ചി കേൾക്കും. മുത്തശ്ശി പറയുന്നു, ഞാൻ പറയാം, പക്ഷേ അവൾ ഒരു ഉറച്ച തീരുമാനം എടുത്തതുപോലെയാ. കൃഷ്ണ പറയുന്നു,
പറയുന്നു അമ്മയ്ക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാ, ഇല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന കൃഷ്ണ പറയുകയാണ് മുത്തശ്ശി അമ്മയോട് ഒന്നുകൂടി പറ. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വൈജയന്തി. TV കണ്ടുകൊണ്ടിരിക്കുന്ന ബബിതയും കൃഷ്ണയും വൈജയന്തിയെ ശ്രദ്ധിക്കുന്നുണ്ട്. TV ഓഫ് ചെയ്തിട്ട് ബബിത പറയുന്നു മതി പോയി കിടക്കാം. അമ്മ കിടക്കുന്നില്ലേ? വൈജയന്തി പറയുന്നു അച്ഛൻ വന്നില്ലല്ലോടി, ഇത്രയും ലേറ്റ് ആകുന്ന പതിവില്ലല്ലോ. ബബിത പറയുന്നു ഫോണില്ലേ അമ്മയുടെ കയ്യിൽ, ഒന്ന് വിളിച്ചു നോക്ക്. വൈജയന്തി പറയുകയാണ് എത്ര തവണ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. വല്ല മീറ്റിംഗിലും ആയിരിക്കുമെന്ന് കൃഷ്ണ പറയുമ്പോൾ വൈജയന്തി പറയുകയാണ് രാത്രി ഈ അസമയത്തോ? കൃഷ്ണ ചോദിക്കുന്നു ക്ലബിൽ വിളിച്ചു ചോദിച്ചോ? വൈജയന്തി പറയുന്നു എന്നെ വിളിച്ചു പറയാതെ ഇതേവരെ ക്ലബിൽ പോയിട്ടില്ല. ബബിത പറയുകയാണ് മുമ്പ് ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലോ. ഈ സമയം ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വരികയാണ് അലീന. അലീനയുടെ അരികിലേക്ക് വന്ന വൈജയന്തി ചോദിക്കുന്നു അലീന ബാലചന്ദ്രൻ ഊണ് കഴിക്കാൻ ഉച്ചയ്ക്ക് ഇവിടെ വന്നില്ലായിരുന്നോ? അലീന പറയുന്നു വന്നു, ഊണ് കഴിക്കുകയും ചെയ്തു. വൈജയന്തി ചോദിക്കുന്നു എന്നിട്ട് ഉടനെ തിരിച്ചുപോയോ? അലീന പറയുകയാണ് ഇല്ല, എപ്പോഴത്തെയും പോലെ മുറിയിൽ പോയി കിടന്നു. എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞായിരുന്നു എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അലീന പറയുകയാണ് എന്നോടൊന്നും പറഞ്ഞില്ല. വൈജയന്തി ചോദിക്കുന്നു എപ്പോഴാ പോയത്? അലീന പറയുകയാണ് പോയത് ഞാൻ കണ്ടില്ല. സാധാരണ എന്നോട് പറഞ്ഞിട്ടാ പോകാറ്. സാറ് പോയി കഴിയുമ്പോൾ വാതിലടയ്ക്കണമെന്ന് എന്നും പറയും. വൈജയന്തി ചോദിക്കുന്നു മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നീ ലെമൺ ടീ കൊടുത്തില്ലേ? അലീന പറയുന്നു ഞാൻ ലെമൺ ടീയും കൊണ്ട് ചെന്നപ്പോൾ സാറില്ല മുറിയില്. മുൻവശത്തെ വാതില് തുറന്നു കിടപ്പുണ്ടായിരുന്നു. ഞാൻ സിറ്റ് ഔട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കാറും കാണാനില്ല. വൈജയന്തി പറയുന്നു വിളിച്ചിട്ട് എടുക്കുന്നുമില്ലല്ലോ, ഇത് എന്ത് കളിയാ? ഫോൺ വിളിച്ചാൽ എടുക്കണ്ടേ? അലീന പറയുന്നു ഉച്ചയ്ക്ക് വന്നപ്പോൾ സാറ് മുത്തശ്ശിയുടെ റൂമിലും കയറി വർത്താനം പറഞ്ഞായിരുന്നു. വൈജയന്തി പറയുന്നു എന്നോ ചെയ്യാനാണെന്ന് പറ. അലീന അടുക്കളയിലേക്ക് പോയതിനു ശേഷം കൃഷ്ണയോടും ബബ്ദിയോടും വൈജയന്തി പറയുന്നു നിങ്ങൾ പോയി കിടന്നു, നാളെ ക്ലാസ് ഉള്ളതല്ലേ? ശരി അമ്മയെന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോവുകയാണ്. വൈജയന്തി ബാലചന്ദ്രനെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. കോള് കണ്ട് ദേഷ്യത്തോടുകൂടി കട്ട് ചെയ്യുകയാണ് ബാലചന്ദ്രൻ. വീണ്ടും വൈജയന്തി വിളിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി ഫോണിലേക്ക് ഒന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ മനസ്സിൽ പറയുന്നു നിന്റെ കോള് ഞാൻ എടുക്കാം, ആദ്യം നിന്റെ അവസാനത്തെ കോളായിരിക്കും, ഇപ്പൊ നീ അടങ്ങിയിരിക്കുക. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കുകയാണ് അലീന. കയ്യിൽ പിടിച്ച മുത്തശ്ശി ചോദിക്കുന്നു നീ ശരിക്കും പോകാൻ തീരുമാനിച്ചോ മോളെ? അലീന പറയുന്നു ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാകത്തില്ല മുത്തശ്ശി. മുത്തശ്ശി പറയുകയാണ് രോഹിയുടെ കാര്യം നീ പറഞ്ഞപ്പോൾ വൈജയുടെ തെറ്റിദ്ധാരണയെല്ലാം മാറിയില്ലേ? അലീന പറയുകയാണ് എന്നിട്ടും എന്നെയാ കുറ്റപ്പെടുത്തുന്നത്. എന്നെ കണ്ടാൽ കല്യാണം കഴിക്കാത്ത ആമ്പിള്ളാർക്ക് പലതും തോന്നുവെന്ന്. ദേഷ്യത്തോടുകൂടി മുത്തശ്ശി പറയുന്നു അവളെ ഞാനൊന്ന് കാണട്ടെ. 4 എണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങാടി തോറ്റേന അമ്മയോടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അവളുടെ മകന്റെ സുഖേടിന് നീ എന്ത് വിളിച്ചു? എരണം കെട്ടവള് പറയുന്ന വർത്താനം. അലീന പറയുന്നു സത്യം പറഞ്ഞാൽ ഞാനിവിടെ വരേണ്ടവളല്ല മുത്തശ്ശി, ബ്രിജിത മമ്മി കരുതിക്കൂട്ടി ഇങ്ങോട്ട് അയച്ചതാ, ഒരിക്കലും ഞാൻ വരരുതായിരുന്നു. മുത്തശ്ശി ചോദിക്കുന്നു എടി നീ വന്നതുകൊണ്ട് എന്നോ പറ്റിയടി? വൈജയും അവളുടെ മോനും കമലയുടെ മോനും കൂടി ഓരോ തെണ്ടിത്തരങ്ങൾ കാണിച്ചേന് നിനക്കാണോ കുറ്റം? അലീന പറയുന്നു മാഡം പറയുന്നത് ഞാൻ വന്നതിന് ശേഷമാ ഈ കുടുംബം കലങ്ങിയതെന്ന്. മുത്തശ്ശി പറയുന്നു കലങ്ങണമെങ്കിലേ ചെളി ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിലേ ആര് കലക്കാൻ നോക്കിയാലും കലങ്ങത്തില്ല. ഈ കുടുംബത്തിന്റെ അടിത്തട്ട് മുഴുവൻ ചെളി അടിങ്ങി കിടക്കുക, അതുകൊണ്ടാ തൊട്ടാലുടനെ കലങ്ങുന്നത്. അലീന പറയുന്നു ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എല്ലാം തെളിയുമായിരിക്കും. മുത്തശ്ശി പറയുന്നു തെളിയണമെങ്കിലേ ആദ്യം അവനവൻ നന്നാകണം. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ അലീന തറയിലേക്ക് പാവിരിക്കുകയാണ്. മുത്തശ്ശി ചോദിക്കുന്നു നീ എന്നാ കൊച്ചേ പോകുന്നത്? അലീന പറയുന്നു സാറ് വന്നാലുടനെ. നാളെ വരുമായിരിക്കുമല്ലേ? മുത്തശ്ശി പറയുകയാണ് എവിടെ പോയെന്ന് പോലും അറിയത്തില്ലല്ലോ. അലീന പറയുന്നു സാറിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ നന്ദികേടാകും. മുത്തശ്ശി പറയുന്നു നീ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കും എളുപ്പം പോകാം, എന്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അലീന പറയുന്നു മുത്തശ്ശിക്ക് ഒരു കുഴപ്പവും വരത്തില്ല, മുത്തശ്ശിയെ നോക്കാൻ ഹോം നേഴ്സ് വരും. മുത്തശ്ശി പറയുന്നു ഹോം നേഴ്സ് ഞാൻ കുറെ എണ്ണത്തിനെ കണ്ടതാ. മുത്തശ്ശി ലൈറ്റ് ഓഫ് ചെയ്യുവാണെന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പ്രാർത്ഥിച്ച് ഉറങ്ങാനായി കിടക്കുകയാണ് അലീന. മുത്തശ്ശി പറയുന്നു കുറെ നാളും കൂടി ജീവിച്ചിരുന്നിട്ട് എന്തിനാ, കിടന്ന് നരകിക്കാതെ പോകണമെന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഇനി വരുന്ന പോലെ വരട്ടെ. ഈശ്വര എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ നീ തന്നെ ശരണം. അലീന വിഷമത്തോടുകൂടി ഉറങ്ങാതെ കിടക്കുകയാണ്. തുടർന്ന് ടെൻഷനോടുകൂടി വൈജയന്തി ഒരു സ്റ്റാഫിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ബാലചന്ദ്രൻ എവിടെയെങ്കിലും യാത്ര പോകുന്ന കാര്യം പറഞ്ഞായിരുന്നോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു ഇല്ല ചേച്ചി. വൈജയന്തി ചോദിക്കേണ്ട ഫോൺ ചെയ്തായിരുന്നോ വൈകുന്നേരം? ഇല്ലാന്ന് അയാൾ പറയുമ്പോൾ വൈജയന്തി ചോദിക്കുകയാണ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ഇന്നലെയോ മിനിങ്ങാന്നോ സൂചിപ്പിച്ചായിരുന്നു? അയാൾ പറയുന്നു ഇല്ല ചേച്ചി, അങ്ങനെ ഒരു പ്ലാനിങ് നടത്തിയിട്ടേ ഇല്ല. വൈജയന്തി ചോദിക്കുകയാണ് നിന്നെ ഇന്നേ ദിവസം എപ്പോഴെങ്കിലും വിളിച്ചായിരുന്നു? അയാൾ പറയുകയാണ് സാധാരണ വിളിക്കാറുള്ളതാ, ഇന്ന് വിളിച്ചുമില്ല, ഉച്ച കഴിഞ്ഞ ഷോപ്പിലേക്ക് വന്നുമില്ല. നീ ബാലചന്ദ്രനെ വിളിച്ചായിരുന്നെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് 2-3 തവണ വിളിച്ചു, ആദ്യം 2 തവണ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. വൈജയന്തി പറയുന്നു ഞാൻ കുറെ തവണ വിളിച്ചു, എടുക്കുന്നില്ല, ലാസ്റ്റ് വിളിച്ചപ്പോൾ തമിഴിലാണ് അറിയിപ്പ്, തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കുമെന്ന് അയാൾ പറയുമ്പോൾ വൈജയന്തി പറയുന്നു ഇങ്ങനെ ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടും പോകാറില്ലല്ലോ ബാലചന്ദ്രൻ. അയാൾ പറയുന്നു അത് ശരിയാ, പറയാതെ പോകാറില്ല, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടേ ദൂരയാത്ര പോകാറുള്ളൂ. വൈജയന്തി ചോദിക്കുന്നു പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണോ? അയാൾ പറയുന്നു നമുക്ക് നാളെ രാവിലെ വരെ നോക്കാം, കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, വീട്ടിൽ നിന്നല്ലേ പോയത്, അതും തന്നെത്താൻ ഡ്രൈവ് ചെയ്ത്. വൈജയന്തി പറയുന്നു ഇത് എന്ത് കഷ്ടമാണെന്ന് നോക്കണേ, ഒരു മനുഷ്യ
മനുഷ്യനോട് പോലും പറയാതെ ഒരൊറ്റ പോക്ക്. അയാൾ പറയുന്നു എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടായി കാണും. വൈജയന്തി ചോദിക്കണ ഫ്രസ്ട്രേഷൻ എങ്ങനെ ഉണ്ടായി? അതിനൊരു സോഴ്സ് വേണ്ടേ ഗോവർദ്ധ? വീട്ടിൽ ആർക്കും അറിയില്ല, ഷോപ്പിലും ഫ്രണ്ട്സിനും അറിയില്ല, റിലേറ്റീവ്സിനും അറിയില്ല. ആരും അറിയാത്ത ഒരു ടെൻഷനും ടെമ്പറും എവിടുന്ന് വന്നു? ഗോവർദ്ധൻ പറയുന്നു ഹറിബറിയായിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ് മീറ്റിങ്ങിനോ കോൺഫറൻസിനോ പോയതായിരിക്കുമോന്നാ എന്റെ സംശയം. വൈജയന്തി പറയുന്നു എന്നോട് പറഞ്ഞിട്ടല്ലാതെ എങ്ങോട്ടും പോകാറില്ല. ബാലചന്ദ്രൻ ബിസിനസിന്റെ കാര്യത്തിന് സാധാരണ എവിടെയൊക്കെയാ പോകാറുള്ളത്? അയാൾ പറയുന്നു കോയമ്പത്തൂര്, ബാംഗ്ലൂര്, സൂരത്ത്. വൈജയന്തി പറയുന്നു അത് പർച്ചേസിന് പോകുന്നതല്ലേ? ഗോവർദ്ധൻ പറയുന്നു ബാംഗ്ലൂരിലും സൂരത്തിലും തനിച്ച് ഡ്രൈവ് ചെയ്ത് പോകാറില്ല, മിക്കപ്പോഴും ഫ്ലൈറ്റിനാണ് പോകാറ്. വൈജയന്തി പറയുന്നു ഗോവർദ്ധൻ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം കേട്ടോ. എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറയണം. പറയാമെന്ന് അയാൾ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് വൈജയന്തി. പിന്നീട് കാണിക്കുന്നത് മനുവിന്റെ ഫോണിലേക്ക് വിളിച്ച വൈജയന്തി ചോദിക്കുന്നു എടാ മനുവേ, അങ്കിള് നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലെന്ന് മനു പറയുമ്പോൾ വൈജയന്തി പറയുകയാണ് ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. മനു ചോദിക്കുന്നു എന്താ വല്ല പ്രശ്നമുണ്ടോ? വൈജയന്തി പറയുന്നു അതല്ലടാ മോനെ, റിങ് ചെയ്തിട്ടൊന്നും എടുത്തില്ലെന്നേ. മനു ചോദിക്കുന്നു പിണങ്ങിയിരിക്കുകയാണോ? വൈജയന്തി പറയുന്നു ഇല്ല, ഉച്ചവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഊണ് കഴിക്കാൻ വീട്ടിലോട്ട് പോവാണെന്ന് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞതാ. മനു ചോദിക്കുന്നു വീട്ടിൽ നിന്നാണോ പോയത്? വൈജയന്തി പറയുന്നു അതേന്നെ, അലീനയോട് ഞാൻ ചോദിച്ചു. ഊണ് കഴിച്ചിട്ട് പതിവ് പോലെ റൂമിൽ കയറി മയങ്ങാൻ കിടന്നതാണെന്ന് അവള് പറയുന്നത്. പിന്നെ അവളും കണ്ടിട്ടില്ല. സാധാരണ മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരു ലെമൺ ടീയും കുടിച്ച് പോകാൻ നേരം അലീനയെ വിളിച്ച് വാതില് ലോക്ക് ചെയ്യാനും കൂടി പറഞ്ഞിട്ടാ പോകാറ്. ഇന്നവള് ലെമൺ ടീയുമായിട്ട് ചെന്നപ്പോൾ റൂം തുറന്നു കിടക്കുന്നു. മുൻവശത്ത് ചെന്നപ്പോൾ ഫ്രണ്ട് ഡോറും തുറന്നിട്ടിരിക്കുന്നു. കാറും ഇല്ല, ആളും ഇല്ല. മനു ചോദിക്കുന്നു ജ്വല്ലറിയിലും ടെക്സ്റ്റൈൽ ഷോപ്പിലും ഒന്നും ചെന്നില്ല? വൈജയന്തി പറയുകയാണ് അവിടെയും ചെന്നിട്ടില്ലടാ മോനെ, ഞാൻ ഇനി എവിടെ അന്വേഷിക്കും? മനു ചോദിക്കുന്നു എവിടെയെങ്കിലും പോകുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വൈജയന്തി പറയുകയാണ് ഇല്ലെന്നേ, ഞാൻ ഗോവർദ്ധനെ വിളിച്ചു ചോദിച്ചു, അയാൾക്ക് ഒരു പിടിയില്ല. മനു പറയുന്നു ആന്റി ടെൻഷൻ അടിക്കണ്ട, അങ്കിള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, ടീനേജിൽ തന്നെ പല രാജ്യങ്ങളും സഞ്ചരിച്ച ആളാ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വൈജയന്തി പറയുന്നു എനിക്ക് ഭയങ്കര ടെൻഷൻ, ഞാൻ വിളിക്കാം ആന്റി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ബാലചന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് മനു. കോള് കണ്ട് ഡ്രൈവ് ചെയ്യുന്ന ബാലചന്ദ്രൻ മനസ്സിൽ പറയുന്നു നിന്റെ കോള് ഞാൻ എടുക്കാം മനു, അതിന് സമയം വരട്ടെ. നിന്റെ അച്ഛനും കൂടി ചേർന്നല്ലേടാ എന്നെ ചതിച്ചത്? മനു ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ബാലചന്ദ്രൻ നേരെ പോകുന്നത് വൈജയന്തിയുടെ ആങ്ങളയുടെ അടുത്തേക്കാണ്. വാതിൽ തുറന്ന വൈജയന്തിയുടെ ആങ്ങളെയും ഭാര്യയും ബാലചന്ദ്രനെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറി വന്ന ബാലചന്ദ്രൻ വൈജയന്തിയുടെ പൂർവ്വകാല കഥ ചോദിക്കുകയാണ്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് വൈജയന്തിയുടെ ആങ്ങളെ പറയുമ്പോൾ ബാലചന്ദ്രൻ ദേഷ്യത്തോടുകൂടി ഉറക്കെ പറയുന്നു എനിക്ക് സംസാരിച്ചേ പറ്റൂ ഗംഗേട്ട. ആങ്ങള സത്യങ്ങളെല്ലാം ബാലചന്ദ്രനോട് തുറന്നു പറയുകയാണ്. വൈജ 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. വൈജയന്തിയുടെ പൂർവ്വകാല കഥയെല്ലാം അറിഞ്ഞ ബാലചന്ദ്രൻ അകത്ത് റൂമിൽ കയറി ആലോചിച്ചിരിക്കുകയാണ്. വൈജയന്തിയുടെ ആങ്ങളെയും ഭാര്യയും ടെൻഷനോടുകൂടി സംസാരിക്കുകയാണ്. തുടർന്ന് ബാലചന്ദ്രൻ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ ഞങ്ങളും കൂടി വരാമെന്ന് അവർ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു എന്റെ കൂടെ വേറെ ആരും ഉണ്ടാകരുത്. തുടർന്ന് ബാലചന്ദ്രനെ കാണാതെ ടെൻഷനോടുകൂടി കാറിൽ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് വൈജയന്തി. ബാലചന്ദ്രൻ എവിടെ പോയെന്നറിയാത്തതിന്റെ ടെൻഷനിലാണ് അലീനയും മനുവും എല്ലാം. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.